ആദ്യത്തെ എസ്സേ എന്ന് പറയുന്നത് ഫ്രെനൽ കിർച്ചോഫ് ഫോർമുലയാണ്. ഫ്രെനൽ കിർച്ചോഫ് ഫോർമുല എന്ന് പറയുന്നത് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത് ഒരു സർഫസിൻ്റെ ഇൻസൈഡിലുള്ള ഒരു വേവ് ഫംഗ്ഷന് അതിൻ്റെ സർഫസിലുള്ള ഒരു വേവ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം റിലേറ്റ്സ് ദ സ്കെയിലാർ വേവ് ഫംഗ്ഷൻ ഇൻസൈഡ് എ സർഫസ് അറ്റ് എ പോയിന്റ്. ഇറ്റ് റിലേറ്റ്സ് ദി സ്കെയിലാർ വേവ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദി സർഫസ് ടു എ വേവ് ഫംഗ്ഷൻ ഓൺ ദി സർഫസ്. ഇപ്പോൾ ഒരു സർഫസ് എസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻസൈഡിൽ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലെ സ്കെയിലാർ വേവ് ഫംഗ്ഷന് അതിൻ്റെ സർഫസിലുള്ള ഒരു വേവ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം. കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ യൂറോ ഈസ് ഈക്വൽ ടു -1/4π ഡബിൾ ഇൻ്റഗ്രൽ u del e raised to I kr divided by r minus e raised to I kr divided by r del u into n cap ds. ഇതാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ കേസിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇൻ ഫ്രെനൽ കിർച്ചോഫ് ഫോർമുല ദ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം or the Fresnel Kirchhoff formula is an application of Kirchhoff integral theorem. It is used for the purpose of diffraction of light. Diffraction of light നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഡിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു അപ്പർച്ചറാണ്, അതായത് ഒരു സോഴ്സ് ഉണ്ട്, ഒരു സ്ക്രീനും ഉണ്ട്. ഇതിന് നടുവിൽ നോർമൽ കേസിൽ ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നമ്മളൊരു അപ്പർച്ചർ ഒരു സ്ലിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടി പാസ് ചെയ്യും. അപ്പം ദ ഡിഫ്രാക്ഷൻ ഈസ് കോസ്ഡ് ബൈ എ പ്രൊഡ്യൂസർ വിച്ച് ഈസ് എ ആർബിട്രറി ഷേപ്പ് ഒബ്ജെക്റ്റ്, ഒപ്പേക്ക് ഒബ്ജെക്റ്റ് വിച്ച് ഈസ് ആൻ ആർബിട്രറി ഷേപ്പ്ഡ് ഒബ്ജെക്റ്റ്. ഇറ്റ് സെപ്പറേറ്റ്സ് ദി സ്ക്രീൻ ആൻഡ് സോഴ്സ്. സോ ഇവിടെ നമ്മൾ ഫ്രെനൽ കിർച്ചോഫ് ഫോർമുലയിൽ രണ്ട് അസംഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ വി യൂസ് 2 അസംഷൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് യുവും ആൻഡ് ഇറ്റ്സ് ഗ്രേഡിയൻറ്റ്, ഇത് വേവ് ഫംഗ്ഷൻ യു ആൻഡ് ഇറ്റ്സ് ഗ്രേഡിയൻറ്റ് കോൺട്രിബ്യൂട്ട് നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് ഇൻ്റഗ്രൽ എക്സെപ്റ്റ് അറ്റ് ദി അപ്പർച്ചർ ഓപ്പൺ. അതായത് യുവും ഗ്രേഡിയൻറ്റ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഓപ്പണിങ്ങിലല്ലാത്ത സ്ഥലത്ത്, അതായത് ഈ ഒരു ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നെഗ്ലിജിബിൾ എമൗണ്ട് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതായത് സെൻറ്ററിൽ കൂടിയാണ് കൂടുതൽ ലൈറ്റ് പോകുന്നതും, എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവാണ് എന്നാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് the value of u and gradient u are same as the absence of partition. ഫസ്റ്റ് എന്ന് പറയുന്നത് യുവും ഗ്രേഡിയൻറ്റ് യു എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് നെഗ്ലിജിബിൾ, അതർ ദാൻ ഓപ്പണിങ്. ഈ ഓപ്പണിങ്ങിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നെഗ്ലിജിബിളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഈ ഓപ്പണിങ്ങിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്ലിറ്റ് ഇല്ലാത്തപ്പോൾ ഉള്ള സെയിം കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ദ വാല്യൂ അറ്റ് സെൻറ്റർ ഓർ ഓപ്പണിങ് The value at center or opening will be same as that of
as that the partition is not present. അപ്പോൾ ഫെർണൽ കിർച്ചോഫ് ഫോർമുല എന്ന് പറയുന്നത് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ എക്സ്പ്രഷനാണ് യൂറോ എന്ന് പറയുന്നത് -1/4π ഡബിൾ ഇൻ്റഗ്രൽ യു ഡെൽ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ ഡെൽ യു എൻ ക്യാപ്പ് ഡി എസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ കേസിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ ഡിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആർബിട്രറി ഷേപ്പ്ഡ് ഒബ്ജക്റ്റാണ്. ഒരു സോഴ്സിൻ്റെ ഇപ്പുറത്ത് വെച്ചേക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ ഡിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 അസംഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. യുവും ഗ്രേഡിയൻറ്റ് യുവും എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് നെഗ്ലിജിബിൾ എമൗണ്ട് ആയിട്ടാണ് ലൈറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്ലിറ്റ് ഇല്ലാത്തപ്പോഴുള്ളത് തന്നെ ആയിരിക്കും എന്നാണ്. ഇനി നമുക്ക് എക്സ്പ്രഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് സോഴ്സും സ്ക്രീനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന r', സ്ലിറ്റും സ്ക്രീനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r-മാണ്. സോ ഇവിടെ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ u0 e റൈസ് ടു i ഇൻറ്റു കെ r' മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ r'. നമുക്ക് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തിൽ വി എന്ന് പറയുന്നത് v0 e റൈസ് ടു ഐ കെ ആർ ബൈ ആർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് u u0 e റൈസ് ടു ഐ കെ r' മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ r'. ഇവിടെ ഒരു ഒമേഗ ടീൻ്റെ ഫേസ് ലാഗാണ് ഉള്ളത്. സോ ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് 1 കിർച്ചോഫ് ഇൻ്റഗ്രൽ ഫോർമുല 1, ഈ യുവിൻ്റെ എക്സ്പ്രഷന് 2 എന്ന് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. അപ്പോൾ യൂറോ എന്ന് പറയുന്നത് -1/4π ഡബിൾ ഇൻ്റഗ്രൽ u0 e റൈസ് ടു ഐ കെ r' മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ r' മൈനസ് ഇ റൈസ് ടു ഐ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ടൈമാണ് ഇൻറ്റു ഡെൽ ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഡെൽ യു എന്ന് പറയുന്നത് ഡെൽ u0 e റൈസ് ടു ഐ ഇൻറ്റു കെ r' മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ r' എൻ ക്യാപ്പ് ഡി എസ് ഇൻറ്റു എൻ ക്യാപ്പ് ഡി എസ്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -1/4π ഇൻറ്റു ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റിയ ടൈംസ് u0 രണ്ടിടത്തുനിന്നും കോമൺ എടുക്കാൻ പറ്റും. പിന്നെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടിയും രണ്ടിടത്തുനിന്നും കോമൺ എടുക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ u0 കോമൺ എടുത്ത് പിന്നെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടിയും കോമൺ എടുക്കാം. ഈ ഐ കെ r' നമുക്ക് കോമൺ എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഇവിടെ ഡെല്ലുണ്ട്. പക്ഷേ ഐ ഒമേഗ ടി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് പുറത്തെടുക്കാനായിട്ട് പറ്റിയത്. സോ ഇനി ബാക്കി ടൈംസ് എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഇവിടെ u0 പോയി, ഇനി ഉള്ളത് ഇ റൈസ് ടു ഐ കെ r' ആണ് ഡിവൈഡഡ് ബൈ r'. ഇനി ഡെല്ല് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ ഇൻറ്റു ഡെൽ ഇ റൈസ് ടു ഐ കെ r' ഡിവൈഡഡ് ബൈ r'. ഇത്രയാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് ഈ 2 ടേമിൻ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഡെൽ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡ് ബൈ ആർ അഥവാ ഗ്രേഡിയൻറ്റ് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ് കോസ് n, r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ്
ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ. ഇതെന്ന് പറയുന്നത് കോസ് എൻ കോമ ആർ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 1/r ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ആർ. സോ 1/r ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു ഐ കെ ആർ, ഇ റൈസ് ടു ഐ കെ ആർ ഇൻറ്റു ഐ കെ പ്ലസ് ഇ റൈസ് ടു ഐ കെ ആർ ഇൻറ്റു മൈനസ് 1/r സ്ക്വയർ. അതെന്ന് പറയുന്നത് കോസ് എൻ കോമ ആർ ഇൻറ്റു ഐ കെ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിന് ഈ ഇക്വേഷന് 3, ഈ ഇക്വേഷന് 4. ഇനി അടുത്ത ടൈം ഡെൽ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു കോസ് എൻ കോമ ആർ ഡാഷ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഡാഷ് ഓഫ് ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ്. ഇതും ഇതുപോലെ തന്നെ വരും. കോസ് എൻ ആർ ഡാഷ് ഇൻറ്റു ഐ കെ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് മൈനസ് ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് divided by r dash square. 5. Put 4,5 in 3. Rho is equal to euro is equal to minus 1/4 pi u0 e raised to minus I omega t into double integral e raised to minus I k r dash by r dash into e term cos n comma r I k e raised to I k r divided by r minus e raised to I k r divided by r square minus e raised to I k r divided by r into e term cos n r dash into I k e raised to I k r dash divided by r dash e raised to I k r dash divided by r dash square. സോ ഇവിടെ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേം ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ സ്ക്വയറും ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയറും എന്ന് പറയുന്നത് ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദിസ് ടൈം. സോ ഈ രണ്ട് ടൈമും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ വി അവോയ്ഡ് ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആൻഡ് ഇസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ as they are negligible. As they are negligible. So euro എന്ന് പറയുന്നത് minus u0 e raised to I minus I omega t divided by 4 pi double integral e raised to minus I k r dash divided by r dash into cos n comma r into I k e raised to I k r divided by r minus e raised to I k r divided by r cos n comma r dash cos n comma r dash into I k e raised to I k r dash divided by r dash. ഇനി ഇതിൽ നമുക്ക് കോമൺ എടുക്കാവുന്ന ടേംസ് ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ്, അതായത് ഇത്രയും ടേംസ് ഒരുമിച്ച് എഴുതണം.
ഈ ടേമും ഇതും ഇത്രയും ടൈം ഇത് രണ്ടും സെയിം ടൈംസ് ആണ്. ഇ റൈസ് ടു മൈനസ് ഐ കെ ആർ ഡാഷ്, ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് പ്ലസ് തന്നെയാണ്, ഇവിടെ പ്ലസ് തന്നെ, മൈനസ് എങ്ങും വരുന്നില്ല, പ്ലസ് ആണ്. സോ ഈ ടൈമും സിമിലറാണ്, ഈ ടൈമും സിമിലറാണ്. സോ അത് ഇത്രയും ടൈം നമുക്ക് കോമൺ എടുക്കാനായിട്ട് പറ്റും. സോ അടുത്ത സ്റ്റെപ്പിൽ യു റോ ഈസ് ഈക്വൽ ടു മൈനസ് യു സീറോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 4 ഇൻ്റഗ്രൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് കോമൺ ടേംസ് ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ്, ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ. ഇനി ബാക്കിയുള്ള ടേംസ് കോസിൻ്റെ ടേംസും ഐ കെയുമാണ്. കോസ് എൻ കോമ ആർ ഐ കെ മൈനസ് കോസ് എൻ കോമ ആർ ഡാഷ് ഐ കെ. ഇത് നമുക്ക് ഐ കെ കോമൺ എടുത്ത് ഇവിടെ എത്തിക്കാം. സോ യു റോ എന്ന് പറയുന്നത് മൈനസ് ഐ കെ യു സീറോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 4 ഡബിൾ ഇൻ്റഗ്രൽ. ഇതിനെ രണ്ടിനെയും സെയിം ഈ ടോപ്പിലെ രണ്ടും സെയിം സാധനം ആണ്, ഇ റൈസ് ടു ആണ്. സോ അതിനെ സമ്മായിട്ട് എഴുതാം. അപ്പോൾ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് പ്ലസ് ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ ഡാഷ് ഇൻറ്റു ആർ. ഇനി കോസ് എൻ കോമ ആർ മൈനസ് കോസ് എൻ കോമ ആർ ഡാഷ്. ഇതാണ് ഫ്രെനൽ കിർച്ചോഫ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഫ്രെനൽ കിർച്ചോഫ് ഫോർമുല എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫ്രെനൽ കിർച്ചോഫ് ഫോർമുല. ഇവിടെ ഈ ടേം കോസ് എൻ ആർ മൈനസ് കോസ് എൻ ആർ ഡാഷ് എന്ന് പറയുന്നതാണ് ഒബ്ലിക്വിറ്റി ഫാക്ടർ. ഒബ്ലിക്വിറ്റി ഫാക്ടർ കോസ് എൻ കോമ ആർ കോസ് എൻ കോമ ആർ ഡാഷ് എന്ന് പറയുന്നതാണ് ഒബ്ലിക്വിറ്റി ഫാക്ടർ. ഇതാണ് ഈ എക്സ്പ്രഷന് അല്ലെങ്കിൽ ഫ്രെനൽ കിർച്ചോഫ് ഫോർമുലേനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഹൈജീൻസ് ഫോർമുല എന്ന് പറയാൻ പറ്റും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഹൈജീൻസ് ഫോർമുല, ഹൈജീൻസ് പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാണ് ഫ്രെനൽ കിർച്ചോഫ് ഫോർമുലേനെ പറയുന്നത്. ഇനി വെൻ അല്ലെങ്കിൽ ഫോർ സർക്കുലർ അപ്പർച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടൈം കോസ് എൻ കോമ ആർ ഡാഷ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഫോർ സർക്കുലർ അപ്പർച്ചർ കോസ് എൻ കോമ ആർ ഡാഷ് എന്ന് പറയുന്നത് -1 ആണ്. സോ യൂറോ ഈസ് ഈക്വൽ ടു മൈനസ് ഐ കെ യു സീറോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 4 ഡബിൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് പ്ലസ് ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ആർ ഇൻറ്റു കോസ് എൻ കോമ ആർ പ്ലസ് 1. ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏരിയയുടെയാണ്. സോ ഇവിടെ 1 വന്നു. ഇനി നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. യു എ എന്ന് പറയുന്നത് യു സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷിനെയാണ്. അതായത് ഈ ടൈം യു സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷിനെയാണ് യു എ എന്ന് പറയുന്നത്. സോ യു റോ എന്ന് പറയുന്നത് മൈനസ് ഐ കെ ഡിവൈഡഡ് ബൈ 4 ഡബിൾ ഇൻ്റഗ്രൽ യു എ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് ഒമേഗ ടി ഐ കെ ആർ മൈനസ് ഐ ഒമേഗ ടി
ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു കോസ് എൻ കോമ ആർ പ്ലസ് 1 ഇൻറ്റു ഡി എൻ. ഇങ്ങനെയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഒബ്ലിക്വിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് കോസ് എൻ കോമ ആർ പ്ലസ് 1 ആണ്. ഇവിടെ കോസ് എൻ കോമ ആർ പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഒബ്ലിക്വിറ്റി ഫാക്ടർ. ഇനി ഫോർവേഡ് പ്രൊപ്പഗേഷൻ്റെ കേസിലാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലാകുമ്പോൾ ഫോർവേഡ് പ്രൊപ്പഗേഷൻ്റെ കേസിൽ കോസ് എൻ കോമ ആർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഒബ്ലിക്വിറ്റി ഫാക്ടറിൽ 1 + 1 2 വരും. ഇനി റിവേഴ്സ് ആണെങ്കിൽ കോസ് എൻ കോമ ആർ എന്ന് പറയുന്നത് -1 വരും. അപ്പോൾ ഒബ്ലിക്വിറ്റി ഫാക്ടർ 0 ആകും. അതുകൊണ്ടാണ് thus there is no backward propagation since cos n comma r plus 1 equal to 0 in reverse propagation. There is no backward wavefront. ബാക്ക്വേർഡ് വേവ് ഫ്രണ്ട്, അതായത് സോഴ്സിൽ നിന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് ഒരു വേവ് പ്രൊഡ്യൂസ് ആകുന്നില്ല. ഫോർവേഡ് ഡയറക്ഷനിലുള്ള വേവ്സ് മാത്രമേ പ്രൊഡ്യൂസ് ആകുള്ളൂ. കാരണം എന്താണ്? ഒബ്ലിക്വിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 0 ആകുന്നതുകൊണ്ട്. സോ നമ്മൾ ഇവിടെ ഫ്രെനൽ കിർച്ചോഫ് ഫോർമുലയാണ് ഡിസ്കസ് ചെയ്തത്. ഇതിനു മുമ്പ് നമ്മൾ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡിലുള്ള ഒരു പോയിൻറ്റും ഔട്ട്സൈഡിലുള്ള സർഫസിലുള്ള ഒരു വേവ് ഫംഗ്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യൂറോ ഈസ് ഈക്വൽ ടു -1/4π ഡബിൾ ഇൻ്റഗ്രൽ e⁻i⁻r ഡിവൈഡഡ് ബൈ ആർ u into del e⁻i⁻r മൈനസ് e⁻i⁻r del u n cap ds എന്ന് പറയുന്നതാണ്. ഇവിടെ ഈ തിയറം ഒരു ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ കേസിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഷേപ്പ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് സോഴ്സ് ആൻഡ് സ്ക്രീനാണ്. ഇവിടെ നമ്മൾ 2 അസംഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ യുവും അതിൻ്റെ ഗ്രേഡിയൻറ്റും ഈ സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിലാണ് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ യുവും അതിൻ്റെ ഗ്രേഡിയൻറ്റും സെൻട്രൽ അല്ലാത്ത ഭാഗത്തൊക്കെ നെഗ്ലിജിബിൾ എമൗണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെൻട്രലിലെ വാല്യൂ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ ഷേപ്പ് ഇവിടെ ഇല്ലാത്തപ്പോൾ എത്ര മാത്രം ഉണ്ടോ അത് തന്നെയാണ് ഈ ഷേപ്പ് വെക്കുമ്പോഴുള്ള. അതാണ് സെക്കൻഡ് പറയുന്നത്. ദ വാല്യൂ അറ്റ് സെൻറ്റർ ഓപ്പണിംഗ് ഈസ് സെയിം ആസ് ദാറ്റ് ദ സ്ലിറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്.